നന്നായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അത് മാത്രമല്ല ആദ്യമായിട്ടാണ് മൂവിയിൽ ഹീറോയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഒരുപാട് ക്രൗഡും പിന്നെ അതുകൊണ്ട് തന്നെ ചില സീൻസ് കാണുമ്പോൾ എല്ലാവരുടെയും കയ്യടിയും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ലൈക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു മൂവി കുറേ നാളിന് ശേഷം ഇപ്പോഴായിരിക്കും ഇങ്ങനൊരു മൂവി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയിൽ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിനിമയെ പറ്റി? സിനിമയുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഒരു ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അവരുടെ എക്സ്പീരിയൻസ് എനിക്കും കൂടി ഒന്ന് എൻ്റെ അടുത്തും കൂടെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ഈ ഒരു മൊമെൻ്റല്ലേ എനിക്കിത് എങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ആൻഡ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് പടമല്ലേ? ഇതിനാ ഫസ്റ്റ് ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ സീനും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഫേസ് എൻ്റെ സ്വന്തം പേരൻസ് ആണ് അടുത്തിരിക്കാൻ പോലും എനിക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ ആ ഓരോ മൊമെൻറ്റ്സ് അവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇടുന്ന ഫീല് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഫാമിലീസിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ലേബലിൽ ഒരു ആക്ടർ എന്ന് പറയുന്ന ലേബലിൽ അറിയപ്പെടാൻ ഇനി അങ്ങോട്ട് അറിയുന്നുണ്ട്. ഇങ്ങനെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഓഡിയൻസിനോട് എല്ലാവരും മൂവി പോയി കാണുക, അതും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. ഉറപ്പായിട്ടും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം ഒരു പണ്ടത്തെ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക്, കുറേയധികം നല്ല ഫ്രെയിംസ്, നല്ല ഒരുപാട് സോങ്ങുകൾ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ബിഗിനർ എന്ന നിലയിലാണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ സപ്പോർട്ടും എനിക്കിന് മുന്നോട്ട് പോകാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു. படம் எக்ஸ்பீரியன்ஸ் எப்படி இருக்கு? எனக்கு ரொம்ப பிடிச்சிருந்தது. திஸ் இஸ் மை ஃபர்ஸ்ட் மூவி அண்ட் ஓகே, எனக்கு ரொம்ப பிடிச்சிருந்தது. திஸ் இஸ் மை ஃபர்ஸ்ட் மூவி, இட்ஸ் மை டெபியூ அண்ட் ஐ எம் ரியலி ப்ரௌட் ஆஃப் இட். எவ்ரி ஒன் இன் த காஸ்ட் அண்ட் க்ரூ தே டிட் அ பெஸ்ட் ஜாப் அண்ட் இட்ஸ் வெரி ஒர்த் இட். எல்லாருக்கும் ரொம்ப பிடிக்கும். கண்டிப்பாக போய் பாருங்கள். ப்ளீஸ் சப்போர்ட் அண்ட் ஷோ அ லாட் ஆஃப் லவ். உங்களோட எக்ஸ்பீரியன்ஸ், இந்த படத்தோட உங்களோட எக்ஸ்பீரியன்ஸ் எப்படி இருக்கு? படம் முழுக்கவே லைக் அ லாட் ஆஃப் பீப்புள் ஹெல்ப் மீ. எனக்கு வந்து அந்த மாதிரி ஒரு சப்போர்ட் கிடச்சதே இல்லை இது வரைக்கும். ஸோ எனக்கு மலையாளம் தெரியாது. ஸோ எல்லோரும் எனக்கு தமிழில் சொல்லி கொடுத்தாங்க. அண்ட் லாட் ஆஃப் குட்டி மூமெண்ட்ஸ் இந்த ஹோல் ஷூட்டிங் எக்ஸ்பீரியன்ஸ் இட் மேட் மை ஹோல் எக்ஸ்பீரியன்ஸ் லைக் ரியலி குட். ஸோ ஐ எம் ரியலி ப்ரௌட் ஆஃப் ஆல் த காஸ்டோட ஒர்க் அண்ட் யா இட்ஸ் ரியலി ഗുഡ്. ഓഡിയൻസിൻ്റെ അടുത്ത് ആക്ച്വലി നല്ല റെസ്പോൺസ് ആയിരുന്നു. അവരുടെ എക്സ്പ്രഷൻസ് ശരി നല്ല റെസ്പോൺസ് ആയിരുന്നു. പുറത്ത് വന്നപ്പോൾ അവർ പറയുന്ന കമൻറ്റ്സ് ഞങ്ങൾ എന്ത് വിചാരിച്ച് ഏത് ഫീൽ ഓഡിയൻസിന് പോകണം എന്ന് വിചാരിച്ചു ആ ഫീൽ എത്തിയിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അത് 3-4 പേര് ആൾമോസ്റ്റ് സെയിം ഒപ്പീനിയൻ പറഞ്ഞു. ആൻഡ് മ്യൂസിക്കലി നമ്മൾ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പറയുന്നത്. സോ മ്യൂസിക് എന്നാണ് എല്ലാവരും പറയുന്നത്. നമസ്കാരം, ഞാൻ കൊച്ചുണ്ണി പ്രകാശ്. 4 സീസൺ എന്ന് പറഞ്ഞ മൂവി ഇന്ന് റിലീസായിരിക്കുകയാണ്. അതൊരു 7 മ്യൂസിക്കൽ സോങ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് സോങ്സാണ്. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഹീറോയിൻ്റെ ഫാദറായിട്ടാണ്. റിച്ച് മാൻ, ഒരു ടീനേജ് സ്റ്റോറി, ഒരു ടീനേജ് ലവ് സ്റ്റോറിയാണ്. ഫാമിലിയായിട്ട് എല്ലാവർക്കും ഒന്ന് കാണാം. എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സിനിമറ്റോഗ്രാഫിയും അതിൻ്റെ ലൈറ്റ്നിങ്ങൊക്കെ കൊള്ളാം, രസമുണ്ട്. എന്ന് പറയുന്നില്ല, എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കാണണമെന്ന് തോന്നുന്നു. ചേട്ടാ, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ചേട്ടനുള്ള അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ ചേട്ടാ? ഈ സിനിമയിൽ അഭിനയിച്ച അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പക്ക ഡയറക്ടറിൻ്റെ ചട്ടക്കൂടിലാണ് ഏതൊരു ക്യാരക്ടർ, ഏതൊരു അഭിനേതാവ് നിൽക്കേണ്ടത്. അതായത് ഇപ്പം നമുക്കൊരു സബ്ജക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്നെ കഥാപാത്രം കിട്ടുമ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് അത് മോഡ് ചെയ്യാൻ ഞാൻ നോക്കും. കുറേ ഡയറക്ടർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന് പക്ക ഒരു ക്യാരക്ടറൈസേഷൻ ഡയറക്ടറുടെ ഭാഗത്തുണ്ട്. ഒരു നോട്ടം പോലും നമ്മളെ ഡബിങ്ങിൻ്റെ മോഡുലേഷൻ എല്ലാം നമ്മളൊരു നടത്തം വരെ എല്ലാം ഡയറക്ടറുടെ കയ്യിലാണ്. അതാണ് ഇതിനകത്ത് എനിക്ക് അനുഭവം വന്നിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ചേട്ടാ, ഓഡിയൻസിനോട് എന്താണ് കാണാൻ പോകുന്ന പ്രേക്ഷകർ? നല്ല സ്റ്റോറിയാണ്, നല്ല ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനെ വൻ വിജയമാക്കി മാറ്റണം. അത് മാത്രമാണ്. താങ്ക് യു. എക്സ്പെക്ട് ചെയ്തതാണ് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് അതിൽ ആക്ടേഴ്സ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, നമ്മുടെ ന്യൂ ജെന്നിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് അത്.
ലൈക്ക് എന്തൊക്കെയാണ് ലൈക്ക് നമ്മുടെ ടീനേജേഴ്സും അതുപോലെ അവരുടെ പാരൻസ് തമ്മിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, അണ്ടർസ്റ്റാൻഡിങ് എന്തൊക്കെയാണ് ഇഷ്യൂസ്, അത് നല്ല രീതിയിൽ ഓവർകം ചെയ്തിട്ടാണ് കാണിച്ചത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവിയാണ്. കാണാൻ പറ്റിയ നല്ല സൂപ്പർ പടമാണ്. എല്ലാവരും കാണണം. അവർ ഇപ്പോഴത്തെ ജനറേഷൻ നല്ല ഇതായി ഇത് കാണണം. നല്ല പടമാണ്. സൂപ്പർ പടം, എനിക്ക് ഇഷ്ടപ്പെട്ട പടം, നല്ല പടം. എന്താണ് എടുത്തു പറയാനായിട്ടെന്നുള്ള പടത്തിൽ? നല്ല പടം, ആക്ടിങ് മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് ഉണ്ടോ? മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് സൂപ്പർ, ഡയറക്ഷനാ ആദ്യം സൂപ്പർ, ഓവറോൾ സൂപ്പർ. നല്ലതായിരുന്നു. ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മൂവി ഇഷ്ടമായി. എങ്ങനെയാണ് എടുത്തു പറയാനായിട്ടെന്നുള്ള? എടുത്ത് പറയാനായിട്ടാണെങ്കിൽ അതിൻ്റെ മ്യൂസിക് തന്നെയാണ് നല്ല രീതിയിലാണ്. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പാരൻസും ചിൽഡ്രൻസുമായിട്ടുള്ള ബോണ്ട് അങ്ങനെ കുറേയാണ് പറയുന്നത്. ശരിക്കും ഒരു മെസ്സേജാണോ അവിടെ? മെസ്സേജ് ബേസ് ചെയ്ത് അത്രയ്ക്കില്ല, എന്നാലും വാച്ചബിൾ ചെയ്യാം. എങ്ങനെയാണ് മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് നല്ലതായിരുന്നു. നല്ല മ്യൂസിക് തന്നെയായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? നല്ല ഈ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു പടം. എന്താണ് മൂവിയുടെ തീം എന്നൊക്കെ എന്താണ് എടുത്തു പറയാൻ? ലൈക്ക് ഒരു മ്യൂസിക്കൽ സിനിമയാണ്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുടുംബ പ്രേക്ഷകർക്കൊക്കെ കാണാൻ പറ്റിയ പടം. ഈ ഒരു ജനറേഷനൊക്കെ ഇഷ്ടപ്പെടും. ഒരു മെസ്സേജ് എന്തെങ്കിലും പറഞ്ഞു പോകുന്നുണ്ടോ സിനിമ? ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും? കാണാൻ